ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. സച്ചി അർച്ചനയോട് പറയുകയാണ്, ഈ വേഷം കൊള്ളില്ലെന്ന് താൻ പറഞ്ഞാലേ തൻ്റെ ഏതെങ്കിലും പഴയ സാരി എടുത്ത് എനിക്ക് ഉടുക്കേണ്ടി വരും, അല്ലാതെ എൻ്റെതായ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇത് കേൾക്കുന്ന അർച്ചന പൊട്ടിച്ചിരിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, താൻ എന്തിനാ ചിരിക്കുന്നത്? അല്ല, സച്ചിയേട്ടൻ സാരി ഉടുക്കുന്ന രംഗമെന്ന് ഓർത്തു നോക്കിയതാ. സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല, ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കട്ടെ, അവരൊക്കെ വരാൻ സമയമാകുന്നെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഞാനും സഹായിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചി തേങ്ങ ചുരണ്ടാൻ തുടങ്ങുമ്പോൾ ചിരവ തട്ടി സച്ചിയുടെ കൈ മുറിയുകയാണ്. അങ്ങനെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അർച്ചനയുടെ തലയിൽ എണ്ണ വെച്ച് കൊടുക്കുകയാണ് സച്ചി. സച്ചിയേട്ടന്റെ കൈയുടെ വേദന ഇപ്പൊ കുറവുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊക്കെ മാറിയെന്ന് സച്ചി പറയുന്നു. പിന്നെ അവന്തികേട്ടത്തി ഇവിടെ ഇല്ലാഞ്ഞത് നന്നായി. അതെന്താണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അതെ, രക്തം കണ്ടാല് ബോധം കെടുന്ന ആളാണ്. ഒരു പ്രാവശ്യം അച്ഛന്റെ കാല് മുറിഞ്ഞ് ചോര വന്നപ്പോഴേ കൂടുതൽ വയ്യാതായത് അവന്തികേട്ടത്തിക്കായിരുന്നു. ഇത് കേൾക്കുന്ന അർച്ചന അവന്തിക ചെയ്ത ഓരോ ക്രൂരതകളെക്കുറിച്ചും ഓർക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ സച്ചി പറയുകയാണ്, അതെ, മറ്റന്നാളാ കേട്ടോ നമ്മൾ യാത്ര പോകുന്നത്. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു. അല്ല, സന്ദീപിനോടും ആതിരോടും പറയണ്ടേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവരോടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞെന്നും അവര് രണ്ടാളും വലിയ സന്തോഷത്തിലാണെന്നും സച്ചി പറയുന്നു. എനിക്കാണല്ലോ കൂടുതൽ സന്തോഷം, എന്തെന്നാൽ നമ്മുടെ ആദ്യരാത്രി അന്നാണല്ലോ. തനിക്കെന്താ സന്തോഷമില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അത് കാണിക്കണോ അതോ പറഞ്ഞാ മതിയോ? അതൊക്കെ തൻ്റെ ഇഷ്ടമെന്ന് സച്ചി പറയുമ്പോൾ സച്ചിയുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് സച്ചിയുടെ കവിളിൽ ഒരു ഉമ്മ വെച്ച് ഓടിപ്പോവുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് ആതിരയും സന്ദീപിനെയുമാണ്. യാത്ര പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണ് രണ്ടുപേരും. ഇനി എന്നാണ് പകൽ വെളിച്ചത്തിൽ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ആതിര ചോദിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ എല്ലാം ഉണ്ടാകുമെന്ന് സന്ദീപും പറയുന്നു. സ്വന്തം ഭർത്താവിനെ തല്ലാൻ പറഞ്ഞു വിടുന്നത് ശരിയായ കാര്യമൊന്നുമല്ല. എന്നാലും നമ്മുടെ യാത്ര കഴിഞ്ഞിട്ട് നീ ആ അജയനെ ഒന്ന് പോയി കാണണം. നിനക്ക് തന്നതിന് പലിശ അടക്കം കൊടുക്കുകയും വേണം. എനിക്കും കൊടുക്കാനുണ്ട് അവന് 4 എണ്ണം. അതൊക്കെ നമുക്ക് കൊടുക്കാം, ഈ യാത്ര കഴിഞ്ഞ് വരട്ടെ എന്ന് സന്ദീപും പറയുന്നു. അതെ, മീരേട്ടത്തിക്ക് അനൂപേട്ടൻ എന്നെ ബോഡി ഗാർഡായിട്ടുള്ള ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ കണ്ണു വെട്ടിക്കാനാണോ നമുക്ക് പാടെന്ന് സന്ദീപും ചോദിക്കുന്നു. പക്ഷേ ആ അജയനെ ഓർത്ത് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. കല്യാണം നടക്കാത്തതിന്റെ ദേഷ്യത്തിൽ അവനിനി എങ്ങാനും എന്തെങ്കിലും ചെയ്താലോ? എനിക്കതിനെക്കുറിച്ചൊന്നും ഒരു പേടിയുമില്ല. എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ഏട്ടനും ഏട്ടത്തിയുമല്ലേ എൻ്റെ ഒപ്പം ഉള്ളതെന്ന് സന്ദീപ് പറയുന്നു. തുടർന്ന് ആതിര പറയുകയാണ്, നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് സച്ചിയേട്ടനും ചേച്ചിക്കും ജീവിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇനി എന്താണെങ്കിലും അവരെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവരാണ് നമ്മുടെ മുമ്പിലുള്ള സാക്ഷാൽ ഈശ്വരന്മാരെന്ന് സന്ദീപും പറയുന്നു. ഒരു കാര്യം കൂടിയുണ്ട്, നമുക്കും അവരെ പോലെ പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ഇനിയുള്ള കാലം ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപിനോട് ചേർന്നിരിക്കുകയാണ് ആതിര. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുവിനോട് സംസാരിച്ച് മുറിയുടെ പുറത്തേക്ക് വരുന്ന സച്ചിയും അർച്ചനയും കാത്ത് അവിടെ അവന്തിക നിൽപ്പുണ്ടായിരുന്നു. എന്താ ഏട്ടത്തി അകത്തേക്ക് വരാഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണാനാ നിന്നത്. നിങ്ങൾ എന്നാ ട്രിപ്പ് പോകുന്നത്? അത് പിന്നെ നാളെ കഴിഞ്ഞ് പോകാമെന്നാ കരുതുന്നതെന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഞാനും അനഘയും കൂടി നിങ്ങളുടെ ഒപ്പം വന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഇത് കേൾക്കുന്ന സച്ചിയും അർച്ചനയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. സച്ചിക്കും അർച്ചനയ്ക്കും ഇഷ്ടമല്ലെങ്കിൽ വേണ്ടാട്ടോ എന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഏട്ടത്തിയോട് പറയാം. തുടർന്ന് ദേഷ്യത്തോടെ അർച്ചന പോകുമ്പോൾ അർച്ചനയ്ക്ക് പിന്നാലെ തന്നെ സച്ചിയും പോകുന്നു. തന്റെ പ്ലാൻ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് മുറിയിലേക്ക് പോകുന്ന അർച്ചന ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താടോ തനിക്ക് എന്തു പറ്റി? എന്താ പറ്റിയതെന്ന് സച്ചിയേട്ടൻ അറിയില്ലേ? അല്ലെങ്കിൽ തന്നെ മീരേട്ടത്തി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോഴാ ഇവിടുന്ന് 2 എണ്ണം കൂടി ഹണിമൂൺ യാത്രയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട്. ഇനി എന്താണെങ്കിലും ഞാൻ വരുന്നില്ല, നിങ്ങൾ എല്ലാവരും കൂടി പോയാൽ മതിയെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, താൻ കാര്യമായിട്ട് പറഞ്ഞതാണോ താൻ വരുന്നില്ലെന്ന്? താനില്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഹണിമൂൺ പോകുക എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ലെന്ന് അർച്ചന പറയുന്നു. എന്നാ ഒരു കാര്യം ചെയ്, താൻ വരണ്ട. ഞാനും അവന്തികേട്ടത്തിയും അനഘയും എല്ലാവരും കൂടി പോയിട്ട് വരാം. താൻ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ വേണ്ട, താൻ തൻ്റെ വീട്ടിൽ പോക്കോ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ടെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അപ്പോൾ താൻ വരുന്നില്ലെന്ന് ഉറപ്പാണോ? പിന്നെ താൻ എന്തിനാ പ്ലാൻ ചെയ്തത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ അർച്ചന പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേഷ്യത്തോടെ സച്ചി പറയുകയാണ്, മിണ്ടരുത്. ഈ യാത്രയിൽ എന്താണെങ്കിലും താനും വരും. തനിക്ക് എൻ്റെ സ്വഭാവം നേരെ ചൊവ്വേ അറിയില്ല. അവളുടെ ഒരു ദേഷ്യം. അത്രയും പറഞ്ഞ് മുമ്പോട്ട് മാറി നിന്നിട്ട് സച്ചി പറയുകയാണ്, ഇങ്ങോട്ട് വാടി. എന്നിട്ടും അർച്ചന അനങ്ങാത്തത് കാണുമ്പോൾ ദേഷ്യത്തോടെ സച്ചി പറയുകയാണ്, നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഇത് കേൾക്കുന്ന അർച്ചന സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, നീ വരുന്നുണ്ടോ? നിന്നോട് വരുന്നുണ്ടോ ഇല്ലയോ എന്നാ ചോദിച്ചതെന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാൻ വരുന്നുണ്ട്.
എൻ്റെ കൊച്ചെന്താ പേടിച്ചു പോയോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചിയുടെ കൈ തട്ടി മാറ്റുകയാണ് അർച്ചന. തുടർന്ന് അർച്ചനയെ ചേർത്ത് പിടിച്ചിട്ട് സച്ചി പറയുകയാണ്, അവന്തികേട്ടത്തി പെട്ടെന്ന് വരുന്നെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ വരണ്ടെന്ന് പറയുന്നത്? അത് പിന്നെ സച്ചിയേട്ടാ, സന്ദീപിൻ്റെ മൂടൊന്ന് ശരിയാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ യാത്രയെന്ന് പറഞ്ഞത്. അനഘയും കൂടി വന്നാലേ അവനെ ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കില്ല. എടോ അതൊക്കെ ചീള് കേസല്ലേ, നമുക്കങ്ങ് മാനേജ് ചെയ്യാമെന്ന് സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. പോകാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെക്കുകയാണ് ആവണിയും മീരയും. അതേസമയം അനൂപ് വിഷമത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ മീര ചോദിക്കുകയാണ്, എന്താ അനൂപേട്ട, എന്തു പറ്റി? എടോ താനും സച്ചിയും അർച്ചനയും ഒക്കെ പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ സമ്മതിച്ചത്. ഇപ്പോൾ ആതിരയും കൂടിയെന്ന് പറയുമ്പോൾ എൻ്റെ അനൂപേട്ട, അർച്ചനെ വിളിച്ചപ്പോൾ അർച്ചന പറഞ്ഞത് അവന്തികയും അനഘയും ഒക്കെ വരുന്നുണ്ടെന്നാ. അനഘയുണ്ടെങ്കിലേ ആ പെണ്ണ് സന്ദീപിൻ്റെ പിന്നിൽ നിന്ന് മാറത്തേയില്ല. പിന്നെന്താ പ്രശ്നം? തുടർന്ന് അനൂപ് കുറച്ച് പണം മീരയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, സച്ചിയും അർച്ചനയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇതും കൂടി കയ്യിൽ വെച്ചോ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. പുസ്തകം വായിക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സ്നേഹ. സച്ചിയേട്ടൻ ചായ കുടിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കുടിച്ചെന്ന് സച്ചി പറയുന്നു. എന്നാലേ ഞാനൊരു നല്ല ചായ സച്ചിയേട്ടൻ ഇട്ടോണ്ട് തരട്ടെ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താ നിന്റെ ആവശ്യം? എന്താണെങ്കിലും വളച്ചുകെട്ടില്ലാതെ പറയാൻ പറയുമ്പോൾ സ്നേഹ സച്ചിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.